നമ്മളിന്ന് പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ജമ്മുവിലെ സുജിയത് ഘട്ട് ബോർഡർ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജമ്മുവിൽ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം 30 കിലോമീറ്ററോളം യാത്ര ചെയ്ത് SR പുര എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് 9 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സുജിയത് ഘട്ട് എന്ന് പറയുന്നത്. സുജിയത് ഘട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഒരു ഇന്ത്യ പാക് ബോർഡറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ ഈ യാത്ര. ബോർഡറിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ടാക്സി ഇതവിടെ ആയിട്ട് നമ്മുടെ സുജിയത് ഘട്ടിൽ RS പുരം എല്ലാം കഴിഞ്ഞിട്ട് സുജിയത് ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ആളുകൾ ഈ ബോർഡറിലെ ഈ സെറിമണി കാണാനായിട്ട് അവിടെ ബോർഡറിൽ ശനിയും ഞായറും എന്തുണ്ട് നമ്മുടെ അതിർത്തി രക്ഷാ സേനയുടെ പരേഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നത് ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് നമുക്ക് പരേഡും കാണാൻ പറ്റുന്നുണ്ട്. അതും കാണാമെന്നുള്ള രീതിയിലാണ് നമ്മളീ പോകുന്നത്. ഇപ്പോഴേ വൈകുന്നേരം ഒരു 5 മണിയൊക്കെയാണ്. നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് യാർഡിലേക്കൊക്കെ കയറ്റിയിട്ടു. എന്നിട്ട് ബോർഡറിലേക്ക് ചെല്ലുകയാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുമ്പായിട്ട് ഒരു ഓക്ട്രോയ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ നേരെ കയറുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് 100 മീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡർ. ഇത് LOCയുടെ ഭാഗമായിട്ട് ഉള്ളതല്ല, അതായത് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇൻ്റർനാഷണൽ ബോർഡറാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ഇതിലൂടെ നേരെ നടന്നു ചെല്ലുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ നേരിട്ടുള്ള ഏരിയയിലേക്കാണ് എത്തുന്നത്. ഞാൻ നേരത്തെയൊക്കെ 2-3 വീഡിയോസൊക്കെ നോക്കിയപ്പോൾ അതിൽ കുറേ ആളുകൾ അതിൻ്റെ അടുത്ത് വരെ പോയി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മീറ്റർ അടുത്ത് വരെ നമുക്ക് പോയി നിൽക്കാം. അവിടെ ഇന്ത്യൻ്റെ പട്ടാളത്തിൻ്റെ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാൻ്റെ ആളുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അവരെ കാണാം. അവർ ഏകദേശം നേരെ കാണുന്നതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലാഗ് അവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ആ ഒരു ഏരിയയിൽ കാണാൻ വന്നിട്ടുണ്ട്. 2 സൈഡും ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട് പട്ടാളക്കാർക്ക്. ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ നേരെ കാണുന്ന ചെക്ക് പോസ്റ്റ് ആണ് അതിൻ്റെ പാകിസ്ഥാനിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ റോഡ് അത് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ റോഡ് കണ്ടോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കറക്റ്റായിട്ട് അങ്ങ് ക്രോസ് ചെയ്ത് പോകുന്നതാണ്. വേറെ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, പോകാൻ പറ്റത്തില്ല. നമ്മൾ നിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കുറേ ആളുകൾ അതിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാ നേരെ നിൽക്കുന്ന ആളുകൾ പാകിസ്ഥാനിലെ ആളുകളാണ്. നമ്മളുടെ പട്ടാളക്കാരായിട്ട് അവരെന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, പിന്നെ കുറച്ച് പേരൊക്കെ ഈ പട്ടാളത്തിൻ്റെ ഓഫീഷ്യൽസൊക്കെ വന്നിട്ടൊക്കെ ആളുകളൊക്കെ അങ്ങോട്ട് കയറ്റി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു ഏരിയയാണ്. പാകിസ്ഥാനിലെ ആളുകളും അവിടെ ആ സൈഡിൽ വരുന്നുണ്ട്. ശരിക്കും ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 2 സ്ഥലങ്ങളായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ കാണാനോ ഉള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് തിരിച്ച് നമ്മൾ തിരിച്ച് ഫ്ലാഗ് ഹോസ്റ്റ് നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സുജിത് ഘട്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. പരേഡിനുള്ള സമയമായി. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. എപ്പോഴെങ്കിലും നിങ്ങൾ ജമ്മുവിൽ പോകണമെങ്കിൽ പോയി കാണും.